ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൻ്റെ അകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് ചെറുപയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുപയർ കഴുകിയെടുത്ത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ടേ. ഫ്രണ്ട്സ്, എൻ്റെ മണി പ്ലാന്റിൽ പുതിയൊരു ഇല കൂടി വന്നിട്ടുണ്ടേ. ചോറിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ടേ. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. 1 കപ്പ് പാലിന് ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. പുട്ടിനുള്ള മാവിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം വെത്തി മാവ് നനച്ചെടുത്തേ. ചോറിൽ വെള്ളമെല്ലാം ഇപ്പം വറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചോറ് ഇറക്കി തിരുവയിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് എനിക്ക് ഇക്കാക്കുള്ള ചായ വീത്തിയെടുത്ത് ഇക്കാക്കുള്ള ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പയറ് താളിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇല്ലായിരുന്നു. എന്നിട്ട് പയർ അതിലോട്ട് തട്ടിക്കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പയർ മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ തോരത്തിനായിട്ട് തേങ്ങയിൽ പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം ഇവയെല്ലാം ചേർത്ത് അടിച്ചെടുത്ത് അതിലോട്ട് ചേർത്ത് എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്ത് കേട്ടോ. ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാൻ മീൻകറി ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചമ്മന്തി അടിച്ചെടുത്തേ. എന്നിട്ട് ഇക്കാക്ക് പുട്ടും പയറും അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആയിട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തായിരുന്നു. പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, കറി മസാല ഇവയെല്ലാം ചേർത്ത് കുറച്ച് നന്നായിട്ട് തിരിഞ്ഞെടുത്ത് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. കറിവേപ്പിലും വെളുത്തുള്ളിയും കൂടെ എണ്ണയിലിട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് സിങ്കെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് നിന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.